ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കട്ട് ബീഡ്സും റൗണ്ട് ബീഡ്സും വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. നമ്മൾ ആദ്യമേ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഡിസൈൻ ഇപ്പോൾ കണ്ട നമ്മളൊരു ഡിസൈൻ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് വരയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഏറ്റവും സെൻറ്ററിൽ വരുന്ന ആ ഒരു വര അത് നമുക്ക് ഇച്ചിരി നല്ല ലെങ്തിലൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് ലെങ്തിൽ സെൻറ്ററിൽ വരുന്നൊന്ന് വരയ്ക്കുക. അതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമാണ് വരച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കുറച്ച് കയറ്റിയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും കുറച്ച് താഴ്ത്തിയിട്ട് വരച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാവും. ഇതേപോലെ ജസ്റ്റ് ഒരെണ്ണം ഇറങ്ങി ഒരെണ്ണം കയറി അങ്ങനെയല്ല വരുന്നത്, എല്ലാം ഓരോരോ ഒരു അളവിലാണ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടിട്ട് എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ള ഒരു രീതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്ലോത്തിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് എന്താണ് നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു വരകൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരാൻ പാടില്ല. അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മേളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഷോൾഡർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ലെങ്ത് കുറഞ്ഞിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് മൊത്തം ഇങ്ങനെ കയറി ഇറങ്ങി ഒരു ഡിസൈനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കൈക്കുഴിയുടെ അവിടെ വരുമ്പോൾ മാത്രം കുറച്ച് ലെങ്തിൽ വരും, പിന്നെ വീണ്ടും ലെങ്ത് കുറഞ്ഞ് അങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ചെറിയ കട്ട് ബീഡ്സും അതേപോലെ റൗണ്ട് ബീഡ്സും ആണ് എടുത്തേക്കുന്നത്. റൗണ്ട് ബീഡ്സ് നമുക്ക് ലാസ്റ്റ് ഒരെണ്ണം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. പിന്നെ നമ്മൾ ലൈൻ കൊടുക്കുന്നത് കട്ട് ബീഡ്സ് കൊണ്ടാണ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് നോർമൽ നീഡിൽ നമ്പർ 9 ആണ്. ഇത് ഏറ്റവും ചെറിയ സൂചിയാണ്. ഇതെടുത്താലേ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാ ബീഡ്സ് വർക്കിൻ്റെ വീഡിയോയിലും പറയാറുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് താഴേന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പം നമ്മൾ താഴേന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റൗണ്ട് ബീഡ് ഒന്ന് വെച്ച് കൊടുക്കും. ആ ഒരെണ്ണം മാത്രമേ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആരി വർക്കാണ്. അപ്പോൾ നമുക്കിത് നോർമൽ സൂചി കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കണേ. ഈ ഒരു രീതിക്ക് ഞാൻ മറ്റൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബ്ലാക്ക് ക്ലോത്തിൽ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. അതും ഇതേ സെയിം രീതി തന്നെയാണ്. പിന്നെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിനൊരു വ്യത്യാസമുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിൽ വരുന്ന വ്യത്യാസം. നമ്മൾ വർക്ക് സെയിം ഒരേ രീതിയിലാണ് ചെയ്യണത്. നമ്മൾ കൊടുത്തേക്കുന്ന ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ബീഡ്സ് 5 വീതമാണ് എടുക്കുന്നത്. ചെറിയ കട്ട് ബീഡ്സ് ആയതുകൊണ്ടാണ് 5 വീതം എടുക്കണം കേട്ടോ. ഇനി വലിയ കട്ട് ബീഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 3 എടുക്കാവുള്ളൂ. കാരണം നോർമൽ സൂചി കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യണേ. ഈ ഒരു വർക്കിന് എപ്പോഴും ചെറിയ കട്ട് ബീഡ്സ് ആയിരിക്കും നല്ലത്. ഇനി ചെറിയ കട്ട് ബീഡ്സ് അല്ല, ഷുഗർ ബീഡ്സ് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും വെച്ച് കൊടുക്കാം. അതും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഇതേപോലെ ഞാൻ ഈ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന ഒരു ട്രിക്കാണിത്. നമ്മൾ 5 ബീഡ്സ് വെച്ചാണ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു 5 ബീഡ് കുറച്ച് സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടി ബാക്കിൽ നിന്ന് 2 ബീഡിൻ്റെ ബാക്കിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ആ 2 ബീഡിനുള്ളിലൂടെ കടത്തിയെടുക്കുക. ഇനി ഒന്നാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ അവിടെ നല്ല സെക്യൂറായിട്ട് നിൽക്കും. അതായത് നമ്മുടെ ബീഡ് ഇങ്ങനെ അങ്ങോട്ടേക്ക് മാറിപ്പോകത്തില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഓരോ ബീഡ് വെച്ച് കൊടുത്തതുപോലെ തന്നെ ഭംഗിയായിട്ടിരിക്കും. അതായത് ഒരു ആരി വർക്കിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടും. അപ്പം ഇതേപോലെയാണ് നമ്മുടെ എല്ലാ ലൈനുകളും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാറ്റേണാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ ബീഡ്സും എല്ലാ ലൈൻസും കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്കിതിനകത്ത് ചെയ്യാനുള്ളൂ. കുറച്ച് സമയമുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പ്ലെയിൻ കുർത്തീസ് ഇതേപോലെ നല്ല അടിപൊളി പാർട്ടി വെയർ കുർത്തിയൊക്കെ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ബീഡ്സ് വർക്ക് വേറെയും ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് നോർമൽ സൂചി കൊണ്ട് ബീഡ്സ് വർക്ക് ചെയ്യേണ്ടത്, അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് പെർഫെക്ഷൻ ആയിട്ട് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ബീഡ്സ് വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേ പാറ്റേണിൽ നമ്മൾ വേറൊന്നും ചെയ്തിട്ടുണ്ട്. നമ്മുടെ എംബ്രോയ്ഡറി നെക്ക് ഡിസൈൻ മാത്രമേ അതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാരണം നമ്മൾ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്യണം കേട്ടോ.
പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബീഡ്സിൻ്റെ കളർ പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കളർ പോവുകയല്ലാതെ നല്ല ബീഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കുറേ യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കഴുകുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ചിലപ്പം കളർ പോയെന്ന് വരാം. പിന്നെ ഡെയിലി യൂസൊക്കെ ആണെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ പാർട്ടി വെയർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യണമെങ്കിൽ അപ്പോൾ എപ്പോഴും നമ്മളൊന്നും യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കളർ പോകുന്ന വലിയ ഇഷ്യൂസൊന്നും വരത്തില്ല. ഒരു ലൈൻ എന്തായാലും നമ്മൾ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതായിരിക്കുമല്ലോ എളുപ്പം. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ സെയിം 5 ബീഡ്സ് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുക. വീണ്ടും 5 ബീഡ്സ് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെയാണ് ചെയ്യണത്. ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കും. ഈ ഒരു സെയിം പാറ്റേണാണ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, എല്ലാ ലൈൻസിലും. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ബീഡ്സിൻ്റെ ലൈൻസ് തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. അതായിരിക്കും ഇതിനൊരു ഭംഗി. നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ, ആ ഒരു ഫോട്ടോയിൽ നമ്മൾ നല്ല ഭംഗിയായിട്ടല്ലേ കിട്ടിയേക്കണേ. അതേപോലെ തന്നെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അത് ഒരു ആരി വർക്കാണ് കേട്ടോ. നമ്മളിത് ചെയ്യുന്നത് നോർമൽ നീഡിൽ കൊണ്ടാണ്. അപ്പം നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ കട്ട് ബീഡ്സ് എല്ലാം വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ലാസ്റ്റ് ഇതുപോലെ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇതാണ് നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.